ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു, നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റും, അതുപോലെ ബാക്കിലെ ഈ ഇൻഡിക്കേറ്റർ മാറ്റാനും, അതുപോലെ ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് ബസർ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഈ ഇൻഡിക്കേറ്റർ ഇവിടെ പൊട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഒന്ന് മാറ്റി പുതിയത് വെക്കേണ്ടി വരും. അതുപോലെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻ്റാണ്. മോട്ടറിൽ തന്നെ ഈ ബ്രഷ് ടെർമിനൽ പറയും, അത് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇതൊന്ന് കട്ടായി പോയിരിക്കുകയാണ്, അതിൻ്റെ പീസാണ് ഇത് കട്ടായി പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ടെർമിനൽ ഒന്ന് മാറ്റിയിട്ട് ബ്രഷ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് റീസെറ്റ് ആക്കണം. ഇത് വേറൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നമ്മൾ ബ്രഷ് മാറ്റാൻ വേണ്ടി ഫുള്ളായിട്ട് അയച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ, പിന്നീട് റീസെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മോട്ടറിൽ ചിലപ്പോൾ ഒരു സൗണ്ട് വ്യത്യാസം കാണിക്കാൻ സാധ്യതയുണ്ട്. അത് ഈ ആർമേച്ചറിൻ്റെ പ്രശ്നമാണ്. ഒരു തവണ അയച്ച് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സൗണ്ട് കാണിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് സെൽഫ് വർക്കിങ്ങിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചില ഒരു മോട്ടറിന് വരുന്ന ഒരു കംപ്ലയിൻ്റാണ്, അത് ആർമേച്ചറിൻ്റെ തേയ്മാനം കൊണ്ട് വരുന്നതാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ 2022 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാറ്ററി വോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ, ഉണ്ടോ 12.74 വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ടെസ്റ്റ് ലോഡിക്ക് കൊടുക്കുമ്പോൾ, ബാറ്ററി ഡാമേജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ, ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ അറിയാം, ലോ ഇൻഡു മാർക്ക് എന്ന് പറയാം. ബാറ്ററി റെഡ് ലൈറ്റാണ് കത്തിരിക്കുന്നത്. ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഞാൻ ആ സെൽഫ് മോട്ടറൊന്ന് റിപ്പയർ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ആക്കി നോക്കട്ടെ. എന്നിട്ടൊന്ന് സെൽഫിൻ്റെ വർക്കിങ് എങ്ങനെയാണ് നോക്കിയിട്ട് പറയാം. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.